Hi students, നമ്മുടെ യൂണിറ്റ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റംസ് ആണ്. നമ്പർ സിസ്റ്റംസ്, നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അതിനൊരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കണം അല്ലേ? എന്താണെന്നറിയാം. നമ്പർ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന നമ്പറാണ് ഡെസിമൽ നമ്പർ. ആ ഡെസിമൽ നമ്പറിന് 10 എന്താണുള്ള സിമ്പിൾസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6, 7, 8 and 9. അങ്ങനെ 10 സിമ്പിൾസ് ഉണ്ട്. അതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ നമ്പർ സിസ്റ്റത്തിന് പറയുന്ന വേറൊരു പേരാണ് ന്യൂമറൽ സിസ്റ്റം. ഓക്കെ, ഇറ്റ് ഈസ് എ റൈറ്റിംഗ് സിസ്റ്റം. നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം, റൈറ്റിംഗ് സിസ്റ്റം ഫോർ എക്സ്പ്രസിങ് ന്യൂമറൽസ്. ന്യൂമറൽസ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റൈറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റൈറ്റിംഗ് സിസ്റ്റം ഫോർ എക്സ്പ്രസിങ് ന്യൂമറൽസ്. ന്യൂമറൽസ് എന്ന് പറഞ്ഞാൽ നമ്പർ ആൻഡ് എ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ. ഒരു പ്രത്യേക രീതിയിലാണ് നമ്പർ എഴുതുന്നത്. ഓക്കെ, ഒരു മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ ഉണ്ട് ഫോർ എക്സ്പ്രസിങ് നമ്പേഴ്സ് ഓഫ് എ ഗിവൺ സെറ്റ് യൂസിങ് സിമ്പിൾസ് ഇൻ എ കൺസിസ്റ്റൻറ്റ് മാനർ. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ സിമ്പിൾസ് ഉണ്ട് ഇങ്ങോട്ട് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് സിമ്പിൾ എന്ന് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഈ നമ്പറിന് എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. ഈ പ്രത്യേക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 456 അങ്ങനെ എഴുതണമെങ്കിൽ 4-നൊരു പ്ലേസ് ഉണ്ട്, 5-നൊരു പ്ലേസ് ഉണ്ട്, 6-നൊരു പ്ലേസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു പ്രത്യേക രീതിയിലാണ് അതിനെന്ത് ചെയ്യുന്നത്, നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട്. ഈ 4, 5, 6 എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾസാണ്, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ള സിമ്പിൾസ്. അങ്ങനെ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് സിമ്പിൾസിനെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ സിസ്റ്റം എന്തൊക്കെയാണ്, എന്തിനൊക്കെ യൂസ്ഫുൾ ആണ്? നമ്പർ സിസ്റ്റം നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെപ്രസെൻറ്റ് എ യൂസ്ഫുൾ സെറ്റ് ഓഫ് നമ്പേഴ്സ്. യൂസ്ഫുൾ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. It represent a useful set of numbers. Give every number represented a unique representation. യുണീക്ക് ആയിട്ടുള്ള എന്നുവെച്ചാൽ ഓരോ നമ്പറിനും എന്താണ്, ഓരോ നമ്പറും ഓരോ നമ്പർ തന്നെയാണ്, യുണീക്കാണ്, ഒന്നും ഒരേപോലെയല്ല, ഓരോ നമ്പറും ഡിഫറെൻ്റ് ആണ്. യുണീക്ക് റെപ്രസെൻറ്റേഷൻ റിഫ്ലക്ട് ദ ആൾജിബ്രൈക് ആൻഡ് അരിത്മെറ്റിക് സ്ട്രക്ചർ ഓഫ് ദ നമ്പേഴ്സ്. നമ്പേഴ്സിൻ്റെ അരിത്മെറ്റിക് സ്ട്രക്ചേഴ്സ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആൾജിബ്രൈക് ആയിട്ട് എന്തൊക്കെ ഓപ്പറേഷൻസ് നടത്താം, അരിത്മെറ്റിക് ആയിട്ട് എന്തൊക്കെ ഓപ്പറേഷൻസ് നടത്താം എന്നുള്ളത് അതെന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ വന്നിട്ടുള്ളത് കുറച്ച് മുന്നെയാണ്. അതിനേക്കാട്ട് മുന്നേ ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നതിന് മുമ്പിട്ട് മനുഷ്യന്മാർ ജീവിച്ചിരുന്നു അല്ലേ? അപ്പോൾ അവർ ഏത് രീതിയിലുള്ള മെത്തേഡാണ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്? എഴുതിയിട്ടുണ്ടാവില്ല. പിന്നീട് ശിലായുഗത്തിലെ മനുഷ്യന്മാർ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഈ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റംസ് ആണെന്ന് പറയാം. ഓക്കെ, നോൺ പൊസിഷൻ നമ്പേഴ്സിന് പ്രത്യേകിച്ച് ഒരു പൊസിഷൻസ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ആടുകളെ മേയ്ക്കാൻ പോകുന്ന സമയത്തൊക്കെ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഓരോ ആടിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്താണ്, ഓരോ കല്ലെടുത്ത് വെക്കും. ഓക്കെ, അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആടുകൾ തിരിച്ചു വരുമ്പോൾ അതിന് ഓരോ കല്ലും നോക്കിയിട്ട് എന്ത് ചെയ്യും, പോയ ആടുകൾ എങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കല്ല് എന്ന് പറയുന്നത് എന്താണ്, ഒരേ കല്ല് തന്നെയാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് കാലഘട്ടങ്ങൾ മാറി മാറി ഇപ്പോഴത്തെ പുതിയ നമ്പർ സിസ്റ്റം ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചിരുന്നു. റോമൻ നമ്പേഴ്സൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് ഉപയോഗിച്ചിരുന്നത്, റോമൻ നമ്പേഴ്സ്.
അപ്പോൾ നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിന് എക്സാമ്പിളായിട്ട് നമ്മൾ റോമൻ നമ്പേഴ്സ് പറയാറുണ്ട്. അപ്പോൾ ഈ നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നമ്പേഴ്സ് നമുക്ക് കൂട്ടാനും ആൾജിബ്രിക് ഫങ്ഷൻസും അരിത്തമെറ്റിക് ഫങ്ഷൻസും ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക് ഓരോന്നും. ഓക്കെ, എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇൻ ദിസ് നമ്പർ സിസ്റ്റം ഈച്ച് സിമ്പിൾ റെപ്രസെൻറ്റ്സ് ദ സെയിം വാല്യൂ. സെയിം വാല്യൂ, ഓരോ സിമ്പിളിന് എന്താണ് സെയിം വാല്യൂ. നമ്മളിപ്പം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 0-ന് വാല്യൂ, 1-ന് വാല്യൂ, 2-ന് വാല്യൂ ആണ്, 3-ന് വാല്യൂ ആണ് ഇല്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് എല്ലാ സിമ്പിൾസും ഓരോ സിമ്പിളിനും സെയിം വാല്യൂ ആണ് റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദ നമ്പർ. പൊസിഷൻ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ എന്താണ്, എല്ലാത്തിനും ഒരു സെയിം വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ സെയിം വാല്യൂ എന്ന് പറയുന്നത്. കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് കൗണ്ട് ചെയ്യാനുള്ളത്. പിന്നീട് അതിൻ്റെ അകത്ത് കുറച്ചൊരു പുരോഗതി പ്രാപിച്ചിട്ടുള്ള കാലത്താണ് ഈ റോമൻ നമ്പർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിൾ 1-നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ഇത് 2-നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, 3-നെ റെപ്രസെൻറ്റ് ചെയ്യാൻ. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും ആൾജിബ്രിക് ഫങ്ഷൻസും ഒന്നും നമുക്കിതിൻ്റെ മുകളിൽ റോമൻ നമ്പേഴ്സിൻ്റെ മുകളിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് വെച്ചാൽ ആ ഒരു കല്ലുകൾ കൊണ്ട് കൗണ്ട് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് റോമൻ നമ്പർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റോമൻ നമ്പേഴ്സ് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ റോമൻ നമ്പേഴ്സിൻ്റെ അകത്ത് നമ്മൾ 20-നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 10, 2 പ്രാവശ്യം 10 ആണ്, ഇത് 10 ആണ് അല്ലേ. 15-നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് L എന്ന് ഉപയോഗിച്ചിട്ടുള്ള നമ്പറാണ്. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. 15 ഹൗ ടു റെപ്രസെൻറ്റ് 50 ഇൻ റോമൻ നമ്പേഴ്സ്, L. പിന്നെ 100-നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് C എന്നാണ്. 500-നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് D ഉപയോഗിച്ചിട്ടാണ്. 1000-നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് M ഉപയോഗിച്ചിട്ടാണ്. So it is very difficult to perform arithmetic with non-positional number system. Non-positional number system നമുക്ക് arithmetic operations, addition, subtraction, multiplication, division, അതാണല്ലോ arithmetic operations, അത് പെർഫോം ചെയ്യാനുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന കാറ്റഗറിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും നമ്പർ സിസ്റ്റം. അപ്പോൾ ആ നമ്പർ സിസ്റ്റം ഒക്കെ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിലാണ് ഉൾപ്പെടുന്നത്. ഇൻ ദിസ് നമ്പർ സിസ്റ്റം ദർ ആർ ഓൺലി ഫ്യൂ സിമ്പിൾസ്. കുറച്ച് സിമ്പിൾസ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ആ സിമ്പിൾസിന് പറയുന്ന പേര് ഡിജിറ്റ്സ് എന്നാണ്. ദ വാല്യൂ ഓഫ് ഈച്ച് ഡിജിറ്റ് ഇൻ സച്ച് എ നമ്പർ ഇസ് ഡിറ്റർമിനഡ് ബൈ 3 കൺസിഡറേഷൻസ്. അപ്പോൾ ഒരു നമ്പറിൻ്റെ അകത്തുള്ള നമ്മുടെ ഡിജിറ്റിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് the following consideration: the digit itself, okay, the position of the digit in the number, digit in the position നോക്കൂ. This is important, the base or radius of the number system. Base എന്ന് പറയല്ല radius. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ബിക്കോസ് ഇറ്റ് യൂസസ് 10 symbols or 10 ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, 0 മുതൽ 9 വരെ. അപ്പോൾ 123 എന്ന് പറയുമ്പോൾ ആ 1-നൊരു വാല്യൂ ഉണ്ട്, 2-നൊരു വാല്യൂ ഉണ്ട്, 3-ക്കൊരു വാല്യൂ. 3-യുടെ വാല്യൂ നമുക്ക് പറയാം വൺസിൻ്റെ പ്ലേസിലാണെന്ന് പറയാം. 2-ൻ്റെ പ്ലേസ് എന്ന് പറയാം, പൊസിഷൻ എന്ന് പറയുന്നത് ടെൻസിൻ്റെ പ്ലേസിലാണെന്ന് പറയാം. 1-ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 100-ൻ്റെ പ്ലേസിലാണെന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ 123 എന്ന് പറയുന്നത് 123 ആണ്. അപ്പോൾ ആ നമ്പറിൽ ഈ ഒരു 3-യുടെ പ്ലേസ് എന്ന് പറയുന്നത് വൺസിൻ്റെ പ്ലേസിലാണ് അല്ലേ. 10⁻0 ആണ് അതിൻ്റെ പ്ലേസ്. പിന്നെ 2-ൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? 10⁻1 ആണ്. 10⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? 10th പൊസിഷനാണ് അല്ലേ. പിന്നെ 1-ൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? 100 പൊസിഷനാണ്. 100 പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 10⁻2 ആണ് അതിൻ്റെ പൊസിഷൻ. 3-യുടെ എന്താണ്? 10⁻0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു നമ്പറിൻ്റെ അകത്തുള്ള എങ്ങനെ കാൽക്കുലേറ്റ് ദ ഡിജിറ്റ് ഇറ്റ് സെൽഫ്, ദ പൊസിഷൻ ഓഫ് ദ ഡിജിറ്റ് ഇൻ ദ നമ്പർ, ദ ബേസ് ഓഫ് റേഡിയസ് ഓഫ് ദി
number system. The radix or base of a positional number system is defined as the total number of different digits available in the number system. Okay, അപ്പോൾ നമ്മൾ റേഡിയക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ അതിൻ്റെ ബേസായിട്ട് 10 ആണ് കണക്കാക്കുന്നത്. കാരണം ഇറ്റ് യൂസസ് 10 ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് ഓർ 10 ഡിഫറെൻറ്റ് സിംബൽസ്. But the radix or base of a positional number system, ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൻ്റെ റേഡിയക്സിലെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് അവൈലബിൾ ഇൻ ദ നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റത്തിലുള്ള എന്താണ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് എത്രത്തോളം ഉണ്ട്. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ബൈനറിനകത്ത് ഉപയോഗിക്കുന്നത് ഓൺലി 2 ഡിജിറ്റ്സ് ആണ്, 0യും 1ഉം. അതുകൊണ്ടാണ് ആ പേര് വന്നത് ബൈനറി. ദാറ്റ് ഈസ് ദ ബേസ് ഓർ റേഡിയക്സ് ഓഫ് ബൈനറി നമ്പർ സിസ്റ്റം. എക്സാമ്പിൾ, ദ നമ്പർ സിസ്റ്റം ദാറ്റ് വി യൂസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് ഇസ് കോൾഡ് ഡെസിമൽ നമ്പർ. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഏത്? ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇൻ ഡെസിമൽ നമ്പർ സിസ്റ്റം ദ റേഡിയക്സ് ഈസ് 10 ആണ്. എ നമ്പർ സിസ്റ്റം വിത്ത് റേഡിയക്സ് r will have are different symbols. ഓക്കെ, അപ്പോൾ നമുക്ക് ചുരുക്കി പറയാൻ പറ്റും, ഒരു നമ്പർ സിസ്റ്റം, ഏതെങ്കിലും നമ്പർ സിസ്റ്റം ആയിക്കോട്ടെ, അതിൻ്റെ റേഡിയക്സ് അല്ലെങ്കിൽ അതിൻ്റെ ബേസ് r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാവ് r different symbols ഉണ്ട്. ഓക്കെ, എ നമ്പർ സിസ്റ്റം വിത്ത് റേഡിയക്സ് r will have r different symbols. ഇപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ റേഡിയക്സ് 10 ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് 10 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാവ് 10 ഡിഫറെൻറ്റ് സിംബൽസ്. ഓക്കെ, ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ റേഡിയക്സ് എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാവ് 2 ഡിഫറെൻറ്റ് സിംബൽസ് ഉള്ളത്, 0 and 1. ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ഓക്കെ, 0 മുതൽ 7 വരെ 8 ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് 8 വന്നത്. അപ്പോൾ ഒരു ബേസ് 6 ആണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും? 6 ഡിഫറെൻറ്റ് സിംബൽസ് ഉണ്ടാവും. എ നമ്പർ ഇൻ എ റേഡിയക്സ് r സിസ്റ്റം വുഡ് ബി റിട്ടൺ ആസ്. അപ്പോൾ നമ്പേഴ്സ് നമ്മൾ എങ്ങനെ എഴുതാം? ഓക്കെ, ഒരു റേഡിയക്സ് 6 ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസ് 6 ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റത്തിന് നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. an-1, an-2, etc. a0. ഈ a0 എന്ന് പറയുന്നത് എന്താണ്? വൺസ് പ്ലേസ്. ഓക്കെ, ദെൻ ഇവിടെ നെക്സ്റ്റ് വരും a1 വരും അല്ലേ? a1 വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ടെൻസ് പ്ലേസ്. a2 വരും 100 പ്ലേസ്. അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് പ്ലേസസിൽ nth പ്ലേസ്. പിന്നെ ഇതെന്താണ്? ഡെസിമൽ നമ്പർ ഇട്ടിട്ടുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ആ ഡെസിമൽ പോയിന്റ് ആയിരുന്നു, നമ്മൾ പോയിന്റ് ഉപയോഗിക്കില്ല, ദശാംശം. പിന്നീട് വരുന്നത് എന്താണ്? a-1, ദാറ്റ് ഈസ് 10⁻⁻1 പൊസിഷനാണ്. ദിസ് ഈസ് ഇപ്പം ഡെസിമലിൻ്റെ കേസിൽ ഇതെന്ത് പൊസിഷൻ ആയിരിക്കും? 10⁻2 പൊസിഷൻ. അങ്ങനെ എന്താണ്? -m പൊസിഷൻ വരെ. ഇറ്റ് മീൻസ് ഇതിൻ്റെ മീനിങ് എന്താണ്? an into r raised to n. r എന്ന് പറയുന്നത് എന്താണ്? റേഡിയക്സ് ഓർ ബേസ് ഓഫ് ദി നമ്പർ സിസ്റ്റം. ഓക്കെ, കാരണം ഇപ്പോൾ 123 എന്ന് പറയുമ്പോൾ 123 എന്ന് പറയുമ്പോൾ 3 എന്താണ്? 10⁻0 ആണ്. ഓക്കെ, 2 എന്ന് പറയുന്നത് എന്താണ്? 2 into 10⁻1 ആണ്. ഇവിടെ 1 എന്ന് പറയുന്നത് എന്താണ്? 1 into 10⁻2 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്നത് എന്താണ്? 3 into 10⁻0. 2 എന്ന് പറയുന്നത് എന്താണ്? 2 into 10⁻1. ഇവിടെ 1 എന്ന് പറയുന്നത് എന്താണ്? 1 into 10⁻2. അപ്പോൾ ആ രീതിയിൽ നമ്മളിപ്പോൾ ബേസ് ഉപയോഗിച്ചിട്ട് എഴുതിയതാണ്.
AN ഇതൊരു നമ്പർ. ഓക്കെ, ഇപ്പോൾ 123.4 എന്നൊരു നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? അപ്പോൾ 1 ഇൻറ്റു 10⁻², ഇപ്പോൾ ഇത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ 1 ഇൻറ്റു 10⁻². അപ്പോൾ ഈ ഒരു നമ്പർ നമുക്ക് AN ഇൻറ്റു R⁻n പ്ലസ് AN-1 ഇൻറ്റു R⁻n-1 പ്ലസ് AN-2 ഇൻറ്റു R⁻n-2 പ്ലസ് എക്സെട്ര പ്ലസ് A0 ഇൻറ്റു R⁻0. ഓക്കെ, ദാറ്റ് ഈസ് A0 ഉണ്ട്. പിന്നെ ഡെസിമൽ സ്ഥാനത്ത് കഴിഞ്ഞിട്ടുള്ള പിന്നെ പ്ലസ് എന്താ വരിക? AN-1 R⁻⁻1 AN-2 R⁻⁻2 പ്ലസ് A-3 ഇൻറ്റു R⁻⁻3 പ്ലസ് എക്സെട്ര പ്ലസ് A-m ഇൻറ്റു R⁻⁻m. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ അകത്ത് AN എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. AN എന്ന് പറയുന്ന പേര് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്നാണ്, MSD. AN എന്താ പറയുക? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. പിന്നെ എന്താണ് വരുന്നത്? നമ്മളെ റൈറ്റ് സൈഡിൽ A ലാസ്റ്റ് വരുന്നത് എന്താണ്? A-m. A-m എന്ന് പറയുന്നത് ഈസ് കോൾഡ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും ഉണ്ട്, പിന്നെന്താ ഉള്ളത്? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് MSD എന്ന് മനസ്സിലായിട്ടുണ്ടാവും, എന്താണ് LSD എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. നമ്പർ സിസ്റ്റത്തിൻ്റെ നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം ഉണ്ട്, പൊസിഷണൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ഇനി നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇൻ ഡെസിമൽ നമ്പർ സിസ്റ്റം ദ ബേസ് ഈസ് ഈക്വൽ ടു 10. ഓൾറെഡി നമ്മൾ പറഞ്ഞു ബേസ് എന്ന് പറയുന്നത് അല്ലെ റേഡിയസ് എന്ന് പറയുന്നത് 10 ആണ്. ബിക്കോസ് ദർ ആർ 10 സിംബൽസ് ഓർ ഡിജിറ്റ്സ്. 10 സിംബൽസോ അല്ല ഡിജിറ്റ്സോ ഉണ്ട്. 0, 1, 2, 3, 4, 5, 6, 7, 8 and 9 used in this system. The successive positions to the left of the decimal point. Decimal point inde left il. Okay. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് വരുന്നു, ദെൻ ഡെസിമൽ പോയിന്റ്, ദെൻ നമ്പേഴ്സ്. അപ്പോൾ ഈ ഡെസിമൽ പോയിന്റിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഭാഗം അല്ലേ, ഡെസിമൽ പോയിന്റിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ ആ ഡെസിമൽ പോയിന്റിൻ്റെ ലെഫ്റ്റിൽ വരുന്ന നമ്പേഴ്സ് എന്തൊക്കെയായിരിക്കും വരിക? 10⁻0, 10⁻1, 10⁻2 ആയിരിക്കും. ഈ ഡെസിമൽ പോയിന്റിൻ്റെ റൈറ്റിൽ എന്താ വരിക? 10⁻⁻1, 10⁻⁻2 പൊസിഷൻ, 10⁻⁻3 പൊസിഷൻ, അങ്ങനെയാണ് വരിക. Okay, and to the right of the decimal point they represent 10⁻⁻1, 10⁻⁻2, 10⁻⁻3 etc. Thus the column weights of a decimal number. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു വേർഡ് ഞാൻ പലപ്പോഴായിട്ട് ഉപയോഗിക്കും, കോളം വെയ്റ്റ്സ്, WEIGHTS. കോളം വെയ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ദിസ് ഈസ് ദ ഡെസിമൽ പോയിന്റ്. അപ്പോൾ ഡെസിമൽ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് 10⁻0, 10⁻1, 10⁻2, 10⁻3 എക്സെട്ര 10⁻n. റൈറ്റ് സൈഡിൽ വരുന്നത് 10⁻⁻1, 10⁻2, 10⁻3 എക്സെട്ര 10⁻⁻n. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? കോളം വെയിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഓരോരോ വെയിറ്റ്, ഓരോ പൊസിഷൻ്റെ അകത്തുള്ള വെയിറ്റ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. The decimal number 2586.143 ഡെസിമൽ നമ്പറാണ്. അപ്പോൾ എന്തായിരിക്കും? ബേസ് എന്തായിരിക്കും? 10 ആണ് അല്ലേ. നമ്മളിപ്പോൾ ഡെസിമൽ നമ്പറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൺസിസ്റ്റ് ഓഫ് ദ ഡിജിറ്റ് 6 ഇൻ ദ യൂണിറ്റ്സ്. 6 എവിടെയാണുള്ളത്? 10⁻0 പൊസിഷൻ, 8 ഇൻ 10⁻1 പൊസിഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈ 1 എന്ന് പറയുന്നത് ഏത് പൊസിഷനാണ്? 10⁻⁻1 പൊസിഷൻ. 4 എന്ന് പറയുന്നത് എന്താണ്? 10⁻2 പൊസിഷനാണ്. അപ്പോൾ ആ നമ്പറിനെ നമുക്ക് എന്താണ്? ഇതാ അതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ. 2 × 10⁻3. ഓക്കെ,
ദാറ്റ് ഈസ് ദിസ് നമ്പർ. അപ്പോൾ ഈ നമ്പർ ഇതിപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോ പൊസിഷൻ വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് കോളം വെയിറ്റ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 2 എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁻³ പ്ലസ് 5 ഇൻറ്റു 10⁻² പ്ലസ് 8 ഇൻറ്റു 10⁻1 പ്ലസ് 6 ഇൻറ്റു 10⁻0 പ്ലസ് 1 ഇൻറ്റു 10⁻⁻1 പ്ലസ് 4 ഇൻറ്റു 10⁻2 പ്ലസ് 3 ഇൻറ്റു 10⁻3. അപ്പോൾ അത് നമ്മൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 2586.143 നമ്മുടെ ആ നമ്പർ. അപ്പോൾ ഓരോന്നിൻ്റെ പ്ലേസും കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്ന നമ്പർ സിസ്റ്റം ബൈനറി നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് അതിൻ്റെ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. ബിക്കോസ് ഇറ്റ് യൂസസ് 2 സിമ്പിൾസ് 0 and 1. ദ ലാർജസ്റ്റ് സിംഗിൾ ഡിജിറ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് 1 ആണ്. ദാറ്റ് ഈസ് 1 ലെസ് ദാൻ ദ ബേസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നേരത്തെ പഠിച്ചിട്ടുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ആ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മാക്സിമം വലിയ ഒരു ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസ് -1. 10 - 1 ദാറ്റ് ഇസ് 9. അതുപോലെ തന്നെ ഈ ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിലും ദ ലാർജസ്റ്റ് സിംഗിൾ ഡിജിറ്റ് ഈസ് 1 ആണ്. ദാറ്റ് ഈസ് 1 ലെസ് ദാൻ ദ ബേസ്. ഓക്കെ, ഈച്ച് പൊസിഷൻ ഇൻ ബൈനറി നമ്പർ സിസ്റ്റം, നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഓരോ പൊസിഷനും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പവർ ഓഫ് ദ ബേസ് 2. നമ്മൾ ഡെസിമലിൽ 10 ബേസിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ എന്താണ് നമ്മൾ 2 എന്ന് പറയുന്ന ബേസിലാണ് ചെയ്യുന്നത്. ദസ് ദ കോളം വെയ്റ്റ്സ് ഓഫ് എ ബൈനറി നമ്പർ ആർ, കോളം വെയ്റ്റ്സ് വരുന്നത് എന്താണ്? 2n etc. 2⁵ into 2⁵2 2⁵1 into 2⁵0. This is the binary point. ഡെസിമലിൻ്റെ കേസിലാണ് നമ്മൾ ഡെസിമൽ പോയിന്റ് എന്ന് പറയുക. ഇൻ ദ കേസ് ഓഫ് ബൈനറി നമ്പർ സിസ്റ്റം ഇറ്റ് ഈസ് നോൺ ആസ് ബൈനറി പോയിന്റ്. അപ്പോൾ ഈ ബൈനറി പോയിന്റിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന പൊസിഷൻ എന്തൊക്കെയാണ്? വെയ്റ്റ്സ് വരുന്നത് 2⁻⁻1 2⁻2 2⁻3 etc. 2⁻n. ഓക്കെ, the decimal equivalent of the binary number. അപ്പോൾ ഈ ഒരു ബൈനറി, this is the binary number. It uses only 2 symbols 0 and 1. അപ്പം the equivalent decimal number. How to find the equivalent decimal number? നമുക്ക് നോക്കാം. 1 into 2⁴. This is എന്താണ്? 2⁵0 ആണ്, 2⁵1 2⁵2 2⁵3 and 2⁴. ഓക്കെ, അപ്പോൾ 1 into 2⁴ plus 0 into 2⁵3 plus 1 into 2⁵2 plus 0 into 2⁵1 plus 1 into 2⁵0 plus ഇതെന്താ വരിക? 0 into 2⁻⁻1 plus 1 into 2⁻2 plus 1 into 2⁻3. അപ്പോൾ നമ്മളിതിന് 2⁴ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 21.375. ദാറ്റ് ഈസ് ഇൻ ഡെസിമൽ ആണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ബൈനറി നമ്പറിൻ്റെ ബൈനറി വെയിറ്റ്, കോളം വെയിറ്റ് വെച്ച് നമ്മൾക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ഏത് നമ്പറിലേക്കാണ് ശരിക്കും മാറുക? നമ്മുടെ ഡെസിമൽ നമ്പറിലേക്ക് മാറും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് പറയാനുള്ള വേറൊരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിക്കാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്താണ്? ബൈനറി നമ്പർ സിസ്റ്റം, reason for using binary number system in computers, because the electronic and electric components operate in a binary mode. Electronic and electrical components operate ചെയ്യുന്ന ബൈനറി മോഡിലാണ്. ദാറ്റ് ഈസ് 1 എന്ന് പറയുന്നത് ഓൺ പൊസിഷൻ ആണ്. ഓക്കെ, 1 എന്ന് പറയുന്നത് എന്താണ്? ഓൺ പൊസിഷൻ. ദെൻ 0 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇലക്ട്രോണിക്കലി 0 എന്ന് പറയുന്നത് ഓഫ് പൊസിഷനാണ്. ഓക്കെ, OF. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ കോമ്പോണൻസിൻ്റെ അകത്ത് നമ്മൾ ഈ ബൈനറി മോഡിലാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ബൈനറി നമ്പേഴ്സ് യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ അതാണ്. അനദർ റീസൺ ഈസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സർക്യൂട്ട്സ് ഹാവ് ടു ഹാൻഡിൽ 2 ബൈനറി ഡിജിറ്റ്സ് റദർ ദാൻ ഡെസിമൽ ഡിജിറ്റ്സ്. നമ്മുടെ കമ്പ്യൂട്ടർ സർക്യൂട്ട്സിന്
ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റുക ബൈനറി ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്, 0യും 1. കാരണം കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ് ഈസ് എ ഇലക്ട്രോണിക് ഡിവൈസ്. സോ ആ കമ്പ്യൂട്ടറിന് 0യും 1 ഉപയോഗിച്ചിട്ട് ബൈനറി നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് വേഗത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുക. ആ ഒരു റീസൺ ആണ് ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിക്കാനുള്ളത്. Another reason for using binary number system is the binary number system is used because everything that can be done with a base of 10 can also be done in binary. നമ്മളിപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഏതിലും പെർഫോം ചെയ്യാം, ബൈനറി നമ്പറിൻ്റെ അകത്ത് പെർഫോം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള നമ്പർ സിസ്റ്റം ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, thank you. Hi students, our next number system is octal number system. Octal number system word itself says that 8 symbols. It uses 8 symbols, alright? So the base of octal number system is 8. The base of binary number system is 2. The base of decimal number system is 10. The base of octal number system is 8. So in this system there are only 8 symbols or digits. Which are they? 0, 1, 2, 3, 4, 5, 6 and 7. Okay, these are the symbols or digits used in octal number system. Each position in an octal number represents a power of the base 8. അപ്പോൾ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഏതൊരു നമ്പറിനെയും നമ്മൾ എഴുതുന്ന സമയത്ത് ഓരോ ഡിജിറ്റിനും ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ എഴുതിയിട്ടുള്ള ഒരു നമ്പറിൻ്റെ അകത്തുള്ള ഓരോ ഡിജിറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ നമ്മൾ പറയുക പവർ ഓഫ് 8 ആണ്. 8ൻ്റെ പവർ ആയിട്ടാണ് നമ്മൾ പറയുക. സോ the column weights of an octal number system. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ വെയിറ്റ് വരിക നമുക്ക് നോക്കാം. അതിൻ്റെ വെയിറ്റ് വരിക, നമുക്കൊരു എന്തായാലും ഒരു ഒക്ടൽ പോയിന്റ് ഉണ്ടാവും. ബൈനറി പോയിന്റ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ട്, പിന്നെ ഡെസിമൽ പോയിന്റ് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ദിസ് ഇസ് ദ ഒക്ടൽ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഒക്ടൽ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡാണിത്. ഒക്ടൽ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡാണിത്. ഒക്ടൽ പോയിന്റിൻ്റെ റൈറ്റ് സൈഡാണ് ഇങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അതിൻ്റെ പൊസിഷൻ വരിക. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 8⁻0, 8⁻1, 8⁻2, 8⁻3 എക്സെട്ര 8⁻n. റൈറ്റ് സൈഡിൽ വരുന്ന പൊസിഷൻ എന്താണ്? 8⁻−1, 8⁻−2, 8⁻−3 എക്സെട്ര 8⁻−n. This is the column weight of octal number system. The decimal equivalent of the octal number 2057 octal point 325 is, നമുക്ക് നോക്കാം. ഓക്കെ, ഒരു നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് 2057 octal point 325. octal point എന്ന് പറയാൻ കാരണം എന്താ? This is the octal number. This is the octal number. Octal number means its base. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ നമ്പർ നമുക്ക് എങ്ങനെ എടുത്ത് എഴുതാം? അപ്പോൾ 7ൻ്റെ പൊസിഷൻ വരുന്നത് എന്തായിരിക്കും? 8⁻0. 5ൻ്റെ പൊസിഷൻ വരുന്നത് എന്താണ്? 8⁻1. 0ൻ്റെ പൊസിഷൻ വരുന്നത് എന്താണ്? 8⁻2. 2ൻ്റെ പൊസിഷൻ വരുന്നത് എന്താണ്? 8⁻3 ആണ് അല്ലേ. ഇനി ഒക്ടൽ പോയിന്റ് കഴിഞ്ഞിട്ട് 3ൻ്റെ പൊസിഷൻ വരുന്നത് എന്താണ്? 8⁻−1. 2ൻ്റെ പൊസിഷൻ വരുന്നത് എന്താണ്? 8⁻−2. 5ൻ്റെ പൊസിഷൻ വരുന്നത് എന്താണ്? 8⁻−3. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എടുത്ത് എഴുതാം? 2 × 8⁻3 ദാറ്റ് ഈസ് 2 അല്ലേ. അപ്പോൾ 2ൻ്റെ പൊസിഷൻ വരുന്നത് എന്താണ്? 8⁻3 ആണ്. പ്ലസ് 0 × 8⁻2. Then next 5 × 8⁻1, 7 × 8⁻0, 3 × 8⁻−1, 2 × what? 8⁻2, 5 × 8⁻3. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1071
decimal point 416015. That is the base 10. Is it clear? And the next number system വരുന്നത് hexadecimal number system ആണ്. hexadecimal number systemത്തിന്റെ അകത്ത് അതിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. ബേസ് 16 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ബേസ് 16 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് വരുന്നത് അതിന് 6 symbols ഉണ്ടാവും അല്ലേ? 6 symbols or 6 digits ഉണ്ടാവും. The first 10 digits of the decimal number system. Okay, the first 10 digits are the digits of the decimal number system. അപ്പോൾ നമ്മുടെ hexadecimal number systemത്തിന്റെ അകത്ത് ആദ്യം വരുന്ന ഫസ്റ്റ് 10 digits എന്ന് പറയുന്നത് ഡെസിമൽ ഡിജിറ്റ് ആണ്. ദാറ്റ് ഈസ് 0, 1, 2, 3, 4, 5, 6, 7, 8 and 9. ഓക്കെ, അപ്പോൾ 10 ഡെസിമൽ ഡിജിറ്റ്സും ഇനി ബാക്കി 6 കൂടിയും വേണം അല്ലേ? നമുക്ക് 16 ആവണമെങ്കിൽ ഇത് 10 ആണല്ലോ, അപ്പോൾ ബാക്കി 6 കൂടി വേണമല്ലോ. അപ്പോൾ the remaining 6 digits are denoted by, ബാക്കിയുള്ള 6 ഡിജിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. A, B, C, D, E and F എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള സിമ്പിൾസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോന്നും റെപ്രസെൻ്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെസിമൽ ഡിജിറ്റ് ആയിട്ടുള്ള 10ന് തുല്യമാണ്. ഡെസിമൽ 10. ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ 11 തുല്യമാണ്. ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ 12 തുല്യമാണ്. ദെൻ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഡെസിമൽ നമ്പർ 13 തുല്യമാണ്. ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ 14 തുല്യമാണ്. പിന്നെ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ 15 തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഈ hexadecimal number systemത്തിൽ ഈച്ച് പൊസിഷൻ ഇൻ എ hexadecimal number system represents a power of the base 16. ഓക്കെ, അപ്പോൾ നമ്മുടെ hexadecimal number systemത്തിൻ്റെ അകത്ത് ഓരോ പൊസിഷനും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പവർ ഓഫ് 16 ആണ്. അപ്പോൾ ദ കോളം വെയ്റ്റ്സ് ഓഫ് എ hexadecimal number ആർ, കോളം വെയ്റ്റ്സ് വരുന്നത് എന്താണ്? ദിസ് ഈസ് ദ hexadecimal point. ഓക്കെ, ആ hexadecimal പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ള ഇത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും പവർ. റൈറ്റ് സൈഡിലേക്ക് എന്താ പവർ വരിക? പവർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദ ഫസ്റ്റ് പ്ലേസ് ഈസ് 16 raised to 0 and the second place is 16 raised to 1, then 16 raised to 2, 16 raised to 3, etc. 16 raised to n. The right side 16 raised to minus 1, 16 raised to minus 2, etc. 16 raised to minus n. അങ്ങനെയാണ് hexadecimal നമ്പറിൻ്റെ കോളം വെയ്റ്റ്സ് വരിക. ഓക്കെ, ദ നെക്സ്റ്റ് ദ ഡെസിമൽ ഇക്വിവാലന്റ് ഓഫ് ദി hexadecimal നമ്പർ. ഇത് hexadecimal നമ്പർ ആണ് 1AF എന്ന് പറയുന്നത്. ഓക്കെ, ദ ബേസ് ഈസ് 16. അപ്പോൾ അതിനെ നമുക്ക് നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദ ഡെസിമൽ ഇക്വിവാലന്റ്, ഡെസിമലിന് തുല്യമായിട്ടുള്ള hexadecimal നമ്പർ. ഇത് hexadecimal നമ്പർ ആണ്, ബേസ് 16. അതിനെ നമുക്ക് ഡെസിമലിലേക്ക് നോക്കാം. അപ്പോൾ 1 into 16 raised to 2, ദാറ്റ് ഈസ് എഫ് എന്ന് പറയുന്നത് എഫിന്റെ പൊസിഷൻ എന്താണ്? 16 raised to 0. എന്റെ പൊസിഷൻ എന്താ വരുന്നത്? 16 raised to 1. 1ന്റെ പൊസിഷൻ എന്താ വരുന്നത്? 16 raised to 2. So 1 into 16 raised to 2 plus a into 16 raised to 1 plus f into 16 raised to 0. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 431 to the base 10 ആയിട്ട് കിട്ടും. 431 to the base 10 ആയിട്ട് കിട്ടും. അപ്പോൾ ഓരോ പൊസിഷനും പവർ 16 ആണ് വരുന്നത്. ഓക്കെ, 16 the power. In hexadecimal number system, the numbers are counted as, നമ്മൾ hexadecimal number systemത്തിൽ നമ്മൾ നമ്പർ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? hexadecimalൻ്റെ അകത്ത് നമ്പർ കൗണ്ട് ചെയ്യുന്നത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. Okay, then after A, B, C, D, E, F, then 10, 11, 12, 13, 14, 15, 16, 17, 18, 19, then 1A, 1B, 1C, 1D, 1E, 1F. Okay, then 20, 20, 21, 22, 23, 24, 25, 26 ഈ ഒരു രീതിയിലാണ് നമ്മൾ hexadecimal number സിസ്റ്റത്തിൽ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്നത്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ കൗണ്ട് ചെയ്യുന്നത് 0, 1, 2, 3, 4, 5, 6, 7. ഓക്കെ,
പിന്നെ വരുന്നത് 11, 12, 13, 14, 15, 16, 17. Then വരുന്നത് എന്താണ് 21, 22, 23, 24, 25, 26, 27 in octal number system. ഓക്കെ, അപ്പോൾ നമ്മൾ 4 നമ്പർ സിസ്റ്റവും പഠിച്ചു. ബൈനറി നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ മെമ്മറി ഡംപിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒക്ടൽ നമ്പർ സിസ്റ്റവും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റംസ് ആർ യൂസ്ഡ് ഫോർ മെമ്മറി ഡംപ്. നമ്മുടെ മെമ്മറി ഡംപ് എന്ന് പറയുന്നത് ഈ ബൈനറി, കാരണം നിങ്ങൾക്കറിയാലോ കമ്പ്യൂട്ടറിന്റെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും നടക്കുന്നത് ബൈനറിൻ്റെ അകത്താണ്. ദാറ്റ് ഈസ് 0 and 1 ഓൺലി അല്ലേ. അപ്പോൾ നമ്മൾ ആ മെമ്മറി, കമ്പ്യൂട്ടറിന്റെ മെമ്മറി ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്ന സമയത്ത്, കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ആ കമ്പ്യൂട്ടറിന്റെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് ബൈനറി നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. Binary numbers uses only 2 symbols 0 and 1. So computer professionals ഈ ബൈനറി നമ്പർ സിസ്റ്റം ആയിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ഉണ്ട്. ആ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ഈ മെമ്മറിയുടെ ഔട്ട്പുട്ട് പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പേജസിൽ കുറേ 0s and 1s ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ആ 0s and 1s ദാറ്റ് ഈസ് ബൈനറിനെ ഷോർട്ട് കട്ടിൽ എന്താക്കി മാറ്റുന്നുണ്ട്, ഹെക്സലിലേക്കും ഒക്ടലിലേക്കും ഒക്കെ ആക്കി മാറ്റുന്നുണ്ട്. സോ അവർക്ക് ആ മെമ്മറിൻ്റെ അകത്തുനിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. വെറും 0 and 1 ആകുന്ന സമയത്ത് ഇറ്റ് ഈസ് വെരി മച്ച് ഡിഫിക്കൽട്ടാണ് ബൈനറി നമ്പർ സിസ്റ്റമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെയുള്ള നമ്മൾ ആ മെമ്മറീനെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു, മെമ്മറിൻ്റെ കാര്യങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനാണ് മെമ്മറി ഡംപ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മെമ്മറി പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കംപ്ലീറ്റ് കാണാം 0s and 1s ആയിരിക്കും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ വിത്ത് 0s and 1s. സോ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് യൂസസ് ഹെക്സൽ ആൻഡ് ഒക്ടൽ നമ്പർ സിസ്റ്റംസ് മെമ്മറി ഡംപ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഷോർട്ട് കട്ട് നൊട്ടേഷനാണ് ബൈനറിയുടെ ഷോർട്ട് കട്ട് നൊട്ടേഷനിൽ. ഓക്കെ, എ കോമൺ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദ കണ്ടൻസ് ഓഫ് എ കമ്പ്യൂട്ടർ മെമ്മറി ഈസ് ടു പ്രിന്റ് ഔട്ട് ദ മെമ്മറി കണ്ടൻസ് ഓൺ എ പ്രിന്റർ. ദിസ് പ്രിന്റ് ഔട്ട് ഈസ് കോൾഡ് മെമ്മറി ഡംപ്. ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നമ്പർ കൺവേർഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.